അസ്സലാമലൈക്കും. ഇനി നമ്മളൊരു ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തത്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. ദെൻ കുറച്ച് എല്ലിൻ്റെ പീസ് ഉള്ളതാണ് കേട്ടോ നമ്മൾ ചിക്കൻ എടുത്തിട്ടുള്ളത്. ദെൻ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കുന്നതിനായിട്ട് ആദ്യം ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും, കാരണം നമ്മളിതിലേക്ക് ഇനി ഒരു മിക്സ്ചറും കൂടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2 വിസിലിന് വേവിച്ചെടുക്കുക. വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ ഈസിയാണ്, കുറേ മസാല ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മളുടെ 2 വിസിലിന് ശേഷം ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് തേങ്ങ അതുപോലെ തന്നെ ഉള്ളി ഇട്ടിട്ടുള്ള ഒരു അരപ്പുണ്ടാക്കുക. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ദെൻ ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൽ ഉപ്പ് പാകത്തിനുണ്ടോ അതുപോലെ തന്നെ ഗരം മസാല കുറവുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അത് കുറവാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവ് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടി അരച്ചിട്ട് കൊടുക്കുക. ആൻഡ് ഫൈനലി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതായി അരിഞ്ഞ് കുറച്ച് വേപ്പിലയും കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുത്താൽ നമ്മളുടെ സ്റ്റൂ റെഡി.